ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം 2ാം ദിവസം ഇൻറ്റഗ്രേഷൻ ഡേ 3 പരീക്ഷ കഴിഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടോ? ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ? ആദ്യത്തെ പ്രവർത്തനം പുഴ കണ്ട കാഴ്ചകളായിരുന്നു. നോക്കിക്കേ മക്കളെ, നമുക്കവിടെ ചിത്രം തന്നിട്ടുണ്ടല്ലേ? ചിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത്? ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്, ആനകൾ വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ പുഴയിൽ എന്താണ്, ഒരു തോണിയുണ്ട് അല്ലേ? അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ ചോദ്യം എന്താ നോക്കിക്കേ. അങ്ങ് ദൂരെ നിന്ന് ഒഴുകി വരികയാണ് പുഴ. ഇനിയും ഒരുപാട് ദൂരം ഒഴുകണം. ഒഴുകി ഒഴുകി കടലിലേക്ക്. വഴി നീളെ എന്തെല്ലാം കാഴ്ചകൾ? പുഴ കണ്ട കാഴ്ചകൾ ചേർത്ത് ഒരു വിവരണം തയ്യാറാക്കുക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നോക്കിക്കേ മക്കളെ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം? ആ ഒരു ചിത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. ചുരുങ്ങിയത് 5 വാക്യമെങ്കിലും എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ മക്കളെ, നമുക്ക് എന്തൊക്കെ എഴുതാം? പുഴയുടെ കരയിൽ നിന്ന് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ആനകൾ വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് വരുന്നു. പുഴക്കരയിൽ ധാരാളം വലിയ മരങ്ങളും മലകളും പൂക്കളും അങ്ങനെ ഒത്തിരി കാഴ്ചകൾ അല്ലേ? അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വിവരണം എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കിക്കേ മക്കളെ. പട്ടണ കാഴ്ചകൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഗ്രാമത്തിലെ കാഴ്ചകളും പട്ടണത്തിലെ കാഴ്ചകളൊക്കെ പഠിക്കാനായിട്ട്. നോക്കിക്കേ മക്കളെ, എന്തായിരുന്നു ചോദ്യം? സാന്ദ്ര കണ്ട കാഴ്ചകൾ നോട്ട്ബുക്കിൽ കുറിച്ചിട്ടത് നോക്കൂ. അവയിൽ പട്ടണ കാഴ്ചകൾക്ക് ചുവപ്പ് നിറവും നാട്ടിൻപുറ കാഴ്ചകൾക്ക് പച്ച നിറവും നൽകുക. പട്ടണ കാഴ്ചയ്ക്ക് ചുവപ്പ് നിറവും അതുപോലെ തന്നെ നാട്ടിൻപുറത്തെ കാഴ്ചകൾക്ക് പച്ച നിറവുമായിരുന്നു നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? നോക്കിക്കേ, ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം അല്ലേ? വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, അതെന്താണ് മക്കളെ? നാട്ടിൻപുറ കാഴ്ചയാണല്ലേ, അതുകൊണ്ട് അതിന് പച്ച നിറമാണ് മക്കൾ നൽകേണ്ടത്. അടുത്ത നോക്കിക്കേ, റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം, അതേതാണ് മക്കളെ? ഏതാണ് വരിക? പട്ടണ കാഴ്ചയാണല്ലേ, അപ്പോൾ അവിടെ മക്കൾ ചുവപ്പ് നിറം വേണം കൊടുക്കാനായിട്ട്. അടുത്തത് നോക്കിക്കേ, പച്ച വിരിച്ച പാടങ്ങൾ, അത് ഇവിടുത്തതാണ്, നാട്ടിൻപുറ കാഴ്ചകളാണല്ലേ, അപ്പോൾ അവിടെ പച്ച നിറം വേണേ നൽകാനായിട്ട്. തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, എവിടുത്തെ കാഴ്ചയാണ്? പട്ടണ കാഴ്ചയാണല്ലേ, അപ്പോൾ അവിടെ ചുവപ്പ് നിറം വേണം കൊടുക്കാനായിട്ട്. അടുത്ത് നോക്കൂ, കൂറ്റൻ കെട്ടിടങ്ങൾ, എവിടുത്തെ കാഴ്ചയാണ് മക്കളെ? പട്ടണത്തിലെ കാഴ്ചകളാണല്ലേ, അപ്പോൾ അതിന് ചുവപ്പ് നിറമാണ് മക്കൾ നൽകേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് നിറം നൽകിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാനായിട്ട് പറ്റൂലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഡൈസ് കളി. മിത്രയും കൂട്ടുകാരും ഡൈസ് കളിച്ചപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റുകൾ നോക്കൂ. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പോയിന്റുകൾ നമുക്ക് അവിടെ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട് അല്ലേ? നോക്കിക്കേ, മിത്ര 4 10കൾ, 3 1കൾ, സാന്ദ്ര 1 10, 8 1കൾ, അക്ഷയ് 3 10കൾ, 1 1, ജോബി 3 10കളും 7 1കളാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ആകെ പോയിന്റുകൾ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, ടീച്ചർ ഈ ഒരു കാര്യം പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നോക്കൂ, മിത്ര 4 10 3 1കളാണ് അല്ലേ? അപ്പോൾ ആകെ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 43 ഉണ്ടാവുക അല്ലേ? സാന്ദ്ര 1 10 8 1കളാണ്, അപ്പോൾ ആകെ 18 പോയിന്റ്സ് ഉണ്ടാവും. അടുത്തത് അക്ഷയ് 3 10 1 1 ആണുള്ളത്, അപ്പോൾ എത്രയാണ് സംഖ്യ വരിക മക്കളെ? 31 വരും അല്ലേ? ജോബി 3 10കളും 7 1കളാണ്, അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും മക്കളെ? 37 എന്ന് കിട്ടൂലേ? ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഭിച്ച പോയിന്റുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഏത് വരും? 18, അതിനുശേഷം 31, പിന്നെ 37, അതിനുശേഷം 43 എന്ന് വരൂലേ? അപ്പോൾ ഇതേ രീതിയിലല്ലേ എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുള്ളത്? ഓക്കെ മക്കളെ, എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. രോഗങ്ങൾ. കണ്ടാൽ ഇത്തിരി കുഞ്ഞൻ, കയ്യിലിരിപ്പൂ സൂചി, കുത്തിയെടുക്കും ചോര, പകരം നൽകും രോഗം. ഈ ആള് ആരാന്ന് പറയാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആരാണ് മക്കളെ അത്? ആരാണ്? നമുക്കവിടെ ചിത്രവും തന്നിട്ടുണ്ടല്ലേ? ആ ഒരു ചിത്രം നോക്കിയാൽ തന്നെ പെട്ടെന്ന് മക്കൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. എല്ലാവരും കൊതുകെന്ന് ഉത്തരം എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത് നോക്കിക്കേ. മഴക്കാലമാണ്, നാട്ടിലാകെ പലതരം രോഗങ്ങൾ. രോഗങ്ങൾ പകരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. താഴെ കൊടുത്ത രോഗങ്ങളെ പകരുന്നവ പകരാത്തവ എന്നിങ്ങനെ തരംതിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ രോഗങ്ങളായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? പല്ലുവേദന, തലവേദന, പ്രമേഹം, മഞ്ഞപ്പിത്തം, ഹൃദ്രോഗം,
കോളറ, മലമ്പനി, എലിപ്പനി, വയറുവേദന അല്ലേ? ഇത്രയും രോഗങ്ങളായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് അവയെ പകരുന്നവയും പകരാത്തവയുമായിട്ട് തരംതിരിക്കുക അല്ലേ? ആദ്യം നമുക്ക് പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? പല്ലുവേദന, തലവേദന, പ്രമേഹം, ഹൃദ്രോഗം, വയറുവേദന അല്ലേ? ഇത്രയും രോഗങ്ങൾ പകരുമോ? പകരത്തില്ല അല്ലേ? അടുത്തത് നമുക്ക് പകരുന്ന രോഗങ്ങൾ നോക്കാം. ഏതൊക്കെയാ മക്കളെ? മഞ്ഞപ്പിത്തം, കോളറ, മലമ്പനി, എലിപ്പനി അല്ലേ? ഇത്രയും രോഗങ്ങളാണ് പകരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല മാർക്ക് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം ഏതാണ് പരീക്ഷ വരുന്നത്? ഇംഗ്ലീഷാണ് എക്സാം വരുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് വൈകിട്ട് ടീച്ചർ മക്കൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇനി നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി മിടുക്കരായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.